കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്നു താണു വണങ്ങി പറഞ്ഞു, കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളിച്ചു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. ദക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനോട് പറഞ്ഞു, നീ ഇത് ആരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിന്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക. കർത്താവിന്റെ സുവിശേഷം. കഷ്ടം വന്നാലും ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ഉള്ള സാക്ഷ്യമാണ്. എപ്പോഴും നിങ്ങൾ ചിന്തിക്കും, അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്, സാക്ഷ്യം പറയാം എന്നാണ് ചിന്തിക്കും. പക്ഷേ ഒരുപാട് കത്ത് വന്നിട്ടുണ്ട്. ഇത് ഡിഫറെന്റ് ആയിട്ടുള്ളത് കൊണ്ട് ഇന്ന് ഈ സാക്ഷ്യത്തെ ഞാൻ എടുത്ത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവരും തൊട്ടടുത്തുള്ള വ്യക്തിയെ കരം പിടിച്ചിട്ട് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മൈക്ക് പിടിച്ച് ചൊല്ലട്ടെ. കൈ പിടിച്ച് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മൂന്ന് പ്രാവശ്യം കൈ പിടിച്ച് നല്ല ഉറക്ക സ്വരത്തിൽ പറ, നിനക്ക് അത്ഭുതം സംഭവിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒറ്റവിളി ഈശോയെ, ഈശോയെ, ഈശോയെ. ഇതാ സാക്ഷ്യം. എന്റെ ഭർത്താവ് ബേസിൽ, ഒരു സയന്റിഫിക് നെയിം ഡോക്ടേഴ്സ് ഈ അസുഖം മനസ്സിലാവും, പക്ഷെ ഞാൻ ട്രൈ ചെയ്യാം. പേര് റെമോട്ടോളജിക്കൽ ആർത്തറ്റിസ്. അങ്ങനെ ഒരു അസുഖം, റെമോട്ടോളജിക്കൽ ആർത്തറ്റിസ് എന്ന രോഗത്താൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടെ രോഗത്തെ കൊടുത്തിട്ട് അടുത്തത് എങ്ങനെ അത്ഭുതം പ്രവർത്തിക്കും നോക്ക്. ഭർത്താവുക്ക് രോഗം, മകനുക്ക് വേറെ. കുറച്ച് നാളുകളായി രോഗം വളരെ കൂടുതലാണ്. വല്ലാത്ത അവസ്ഥ, മാനസികാവസ്ഥ. ദൈവത്തിനും മഹത്വം ഉണ്ടാകട്ടെ. ആരോഗ്യവും നല്ല ആരോഗ്യം നൽകുന്നവന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപേക്ഷിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് ഒരു അപേക്ഷയാണ്. ഇതിനെ കേൾക്കണം. അത് ചില വാക്കുകളെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹാൻഡ് റൈറ്റിംഗ് ഒരു മാതിരി ഉണ്ട്. ഇതാ ഫസ്റ്റ് ഭാഗം. രണ്ടാമത്തെ ഭാഗം, മകനായ അക്ഷയ് ബേസിൽ. അത് ഭർത്താവുക്ക് അങ്ങനെ ഒരു അസുഖം. അടുത്തത്, മകനായ അക്ഷയ് ബേസിൽ ഇന്ത്യൻ ആർമിയിൽ സെലക്ഷനായി ട്രെയിനിങ് ആരംഭിച്ചു. ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറ്റി വിജയകരമായി ട്രെയിനിങ് പൂർത്തീകരിക്കാൻ വേണ്ട അനുഗ്രഹം നൽകണമെന്ന് ബലവാനായ ദൈവത്തിനോട് അപേക്ഷിക്കണം. ആദ്യം ഒരു കുറവ്, സെക്കൻഡ് പാർട്ട് നിറവ്. കുറവുള്ള സമയത്തിൽ എപ്പോഴും സന്തോഷമുള്ള സമയത്തിൽ നിങ്ങൾ എപ്പോഴും ആശ്വസിക്കും, സന്തോഷിക്കും, കിട്ടും തോറും സന്തോഷിച്ചുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക്, ചെറിയ ബുദ്ധിമുട്ട്, ചെറിയ മുട്ടുവേദന, ചെറിയ തലവേദന, ചെറിയ പല്ലുവേദന, ഭയങ്കര കേട്ടോ, ചെറിയ പല്ലുവേദന ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ എന്റെ കർത്താവേ, കണ്ണ് വേദന ഉണ്ടായാൽ മതിയായിരുന്നു, പല്ല് സഹിക്കാൻ പറ്റില്ല. കണ്ണ് വേദന വരുമ്പോ ഇത് കുഴപ്പമില്ല, കണ്ണ് വേദന ഭയങ്കര വേദന കേട്ടോ. അതുപോലെ ഒരു അസുഖം വരുമ്പോ മറ്റസുഖം കുഴപ്പമില്ല,
അത് ഭയങ്കര വേദന കേട്ടോ. അതേപോലെ കാല് ഭയങ്കര നടക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര വേദന കേട്ടോ. അത് മാറ്റി പറയും, വേറെ ഒന്ന് വന്നാ കുഴപ്പമില്ല, ഇത് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഉള്ള അസുഖം, അത്ലറ്റിക്സ് അങ്ങനെ ഒരു അസുഖം വരുമ്പോ ഈ സഹോദരി ഭാര്യ ഭർത്താവിനെ ഓർത്ത് മഹത്വം ഉണ്ടാകട്ടെ, ഭർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, അങ്ങനെ മഹത്വം ഉണ്ടാകട്ടെ എന്നുള്ള ഒരു പുകഴ്ച, ആരാധന, മഹത്വം. അടുത്ത പാർട്ട്, സെക്കൻഡ് പാർട്ട്, മകനുക്ക് ഒരു ജോലി ഉണ്ടാകാനുള്ള അവസരം ഉണ്ടാക്കി തന്ന് ഇന്ത്യൻ ആർമിയിൽ സെലക്ഷൻ കിട്ടി. ഇത് പൂർത്തീകരിക്കണം, നല്ല രീതിക്ക് പൂർത്തീകരിക്കാനുള്ള അപേക്ഷ. ഒന്ന് സഹനം, രണ്ട് സാക്ഷ്യം. സഹനവും സാക്ഷിയും ഒരു സഹോദരി നിലയ്ക്ക്, ഒരു ഭാര്യ നിലയ്ക്ക്, ഒരു അമ്മ നിലയ്ക്ക് സഹനത്തെ ഏറ്റെടുക്കുമ്പോൾ അവിടെ സാക്ഷ്യം ഒന്നും ഉണ്ടാകും. അതേപോലെ നിങ്ങൾ എപ്പോഴും എനിക്ക് കിട്ടണം 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 എന്ന് പ്രാർത്ഥിക്കേണ്ട. പകരം തിന്മ ഉണ്ടെങ്കിലും നഷ്ടമുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും മഹത്വപ്പെടുത്തണം, ദൈവത്തിന്റെ മഹത്വപ്പെടുത്തണം, ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. മഹത്വപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും ആ വീട്ടിൽ, ആ വ്യക്തിയിൽ, ആ മനസ്സിൽ, ആ കുടുംബത്തിൽ അത്ഭുതം ഉണ്ടാവും. അപ്പൊ വീണ്ടും പറ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സാക്ഷ്യം പറഞ്ഞപ്പോ നന്നായിട്ട് പറയുന്നു. ഇത് ഈ അമ്മ, ഈ സഹോദരി എങ്ങനെ പറഞ്ഞു, അതുപോലെ ഇപ്പൊ പറ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നത്തെ വായന സൂപ്പർ. പ്രത്യേകം 5, 6, 7, 8, 9, 5, 6, 7 വേറെ തിരിക്കാം. 8, 9 മത്തായിയുടെ സുവിശേഷം 5, 6, 7 ദൈവത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ടീച്ചിങ്. 5 അഷ്ടഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞ ശിഷ്യന്മാരെ വാനുള്ള മലമുള്ള കയറി ഇരുത്തി പഠിപ്പിക്കും. അതാണ് നമ്മൾ വായിച്ചത്. ഭാഗ്യവാന്മാർ അഷ്ടഭാഗ്യം 5, 6, 7 ഈ ചാപ്റ്റേഴ്സ്, ഈ അധ്യായങ്ങൾ പഠിപ്പിച്ച ശേഷം മക്കളെ നമ്മ പ്രാക്ടിക്കൽ പോവാം. പ്രാക്ടിക്കൽ സെഷൻ ആണ് ഇപ്പോ. അത് 8ാമത്തും 9ാമത്തും അധ്യായം പ്രാക്ടിക്കൽ സെഷൻ. പ്രാക്ടിക്കൽ സെഷനിലെ ഫസ്റ്റ് അത്ഭുതം എന്ന് നമ്മൾ കാണുന്നത്. അപ്പൊ 8ാമത്തും 9ാമത്തും അധ്യായം പ്രാക്ടിക്കൽ സെഷൻ. അടുത്തത് அந்த 8ാമത്തെ 10 അത്ഭുതം ഉണ്ട്. അത് 10 അത്ഭുതത്തിൽ ആദ്യത്തെ അത്ഭുതം ഇന്ന് പ്രാക്ടിക്കൽ സെഷൻ നമ്മൾ കാണാൻ പോവാം. കുറച്ച് ഭാഗമേ ഉള്ളൂ, 8, 1 മുതൽ 4 വരെ. അവിടെ മലയിൽ കയറി ഇവിടെ ഇറങ്ങുക. ശിഷ്യന്മാർ മലയിൽ കയറ്റി പഠിപ്പിക്കുക. ഇവിടെ മലയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ അവിടെ ശിഷ്യന്മാർ, 5ാമത്തെ അധ്യായം ശിഷ്യന്മാർ അനുഗമിച്ച് ഇവിടെ ജനക്കൂട്ടം അനുഗമിക്കുന്നു. അവിടെ ടീച്ചിങ്, ഇവിടെ പ്രാക്ടിക്കൽ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്ത് വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ശുദ്ധനാക്കാൻ കഴിയും, എന്നെ ശുദ്ധനാക്കാൻ കഴിയും. 2 വ്യക്തികളെ ആൾക്കാർ കല്ലെറിഞ്ഞു കൊള്ളും യഹൂദ പാരമ്പര്യത്തിൽ. ആരൊക്കെ? 3 മാസം മുൻപ്, 6 മാസം, 3 മാസം മുൻപ് ഒരു പ്രസംഗം, 6 മാസം മുൻപ് ഒരു പ്രസംഗം, 3 വർഷത്തിന് മുൻപ് ഒരു പ്രസംഗം പ്രസംഗിച്ചിട്ട് ഇതെ കുറിച്ച്. അന്നെന്നും പറയുന്നത് അപ്പപ്പം മറക്കുന്ന എന്റെ ചൽക്കുട്ടി പീപ്പിൾ. 2 മകളാ ആൾക്കാർ യഹൂദ പാരമ്പര്യത്തിലെ ശിക്ഷിക്കും, ഉപദ്രവിക്കും. ശരിയാണ്. ആരൊക്കെ? വ്യഭിചാരിയാ? ഒന്ന്. വെരി ഗുഡ്. രക്തസ്രാവമുള്ള സ്ത്രീ വ്യഭിചാരി കൂടെ പിടിച്ച് സമൂഹത്തിൽ കൊണ്ടുവരും, ഇവിടെ കൊണ്ടുവരും. സമൂഹത്തിൽ നിക്കാം തെറ്റിച്ചെന്റെ അടിക്കണം. പക്ഷേ സമൂഹത്തിൽ നിക്കാൻ പാടാണ്. ഇതുപോലെ കൂട്ടത്തിൽ നിക്കാൻ വരാൻ പാടില്ല. അത് 1 രക്തസ്രാവ സ്ത്രീ, 2 കുഷ്ഠരോഗി. ഈ 2 വ്യാധി ഉള്ള ആൾക്കാർ യഹൂദ പാരമ്പര്യത്തിൽ 613 നിയമങ്ങളുണ്ട്. 6, 1, 3 613 നിയമങ്ങളുണ്ട്.
ആ 613 നിയമങ്ങളിൽ ഒന്നാണ് ഈ രക്തസ്രാവസ്ത്രീയും ഈ കുഷ്ഠരോഗിയും വന്നു കഴിഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന്. ആ അവസ്ഥ தான் ഇപ്പൊ. അന്ന് ഞാൻ പറഞ്ഞു കൊടുത്തത് രക്തസ്രാവസ്ത്രീ പ്രസംഗം, ഇന്ന് പറയാൻ പോകുന്നത് കുഷ്ഠരോഗി പ്രസംഗം. കുഷ്ഠരോഗി ഇവൻ അടുത്ത് വന്ന് താനും വണങ്ങി പറഞ്ഞു, കർത്താവ് അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ ഈ കുഷ്ഠരോഗം, എത്ര കുഷ്ഠരോഗം ഉണ്ട് അത് അറിയണമെങ്കിൽ വായിച്ചാ ഒരു മാസം എടുക്കും. ഇപ്പൊ വായിക്കുന്നില്ല, ഇപ്പൊ നമ്മ 10 മിനിറ്റിൽ തീർക്കണം പ്രസംഗം, അതുകൊണ്ട് വായിക്കുന്നില്ല. പറഞ്ഞു തരാം, വീട്ടിൽ പോയി വായിച്ചാൽ മതി. ലേവ്യർ പുസ്തകം 13:14 എത്ര കുഷ്ഠരോഗമുണ്ട്, എന്തൊക്കെ പ്രശ്നം, അതെല്ലാം ലേവ്യർ പുസ്തകത്തിലെ 13-ാമത്തെ അധ്യായത്തിലും 14-ാമത്തെ അധ്യായത്തിലും വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വീട്ടിൽ പോയി വിവരിച്ച് വായിക്കുക, മനസ്സിലാവും. അപ്പൊ എത്ര നമ്മ ചുരുക്കമാ പറയാം എത്ര കുഷ്ഠരോഗമുണ്ട്. അത് വായിച്ചപ്പോ അതില് പറഞ്ഞ കുഷ്ഠരോഗങ്ങൾ 3. ഇപ്പൊ എന്തൊക്കെ പറയാം? 3 കുഷ്ഠരോഗമുണ്ട്. 1 കുഷ്ഠം 1, നമ്പർ 2 കുഷ്ഠം ഇത്, നമ്പർ 3 കുഷ്ഠം ബോഡി. തുണി വഴിയായിട്ടുള്ള കുഷ്ഠരോഗം 1, വീട് ഭവനത്തിലുള്ള കുഷ്ഠരോഗം 2, ഈ ബോഡിയിലുള്ള കുഷ്ഠം 3 കുഷ്ഠങ്ങളുണ്ട്, കുഷ്ഠരോഗങ്ങളുണ്ട്. പ്രത്യേകം ഇവിടെ ഈ വ്യക്തിക്ക് കുഷ്ഠം ഉണ്ടായത് കൊണ്ട് അവൻ അണിയിക്കുന്ന ആ ഡ്രസ്സില് കുഷ്ഠരോഗം ഉണ്ട് എന്ന് പാരമ്പര്യം പറയുക, ഏകത പാരമ്പര്യം. ആ അണിയിക്കുന്ന ഡ്രസ്സില് കുഷ്ഠരോഗം ഉള്ളത് കൊണ്ട് അവൻ എവിടെ താമസിക്കുന്നുവോ ആ വീട്ടിൽ കുഷ്ഠരോഗം ഉണ്ട് എന്ന് 3 കുഷ്ഠരോഗം വിവരിച്ച് കാണിക്കുന്നുണ്ട് ഈ ലേവ്യർ പുസ്തകം 13:14. ഇത് ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഇങ്ങ தலைவர் ഈ കുഷ്ഠരോഗി ഈശോ ഇറങ്ങി വരുമ്പോ ഇവൻ നടന്നു വരുന്നുണ്ട്. അടുത്ത് വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവ് അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധീകരിക്കാൻ കഴിയും. ഇപ്പോ എല്ലാവരും കരങ്ങൾ ഉയർത്തുകൊണ്ട് അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കണ്ണുകൾ അടച്ചുകൊണ്ട് കണ്ണടയുന്ന കണ്ണ് തിറക്കാൻ പാടില്ല. കണ്ണടച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ കണ്ണ് തുറന്നു തരും. കണ്ണടയ്ക്കുന്നത് ഒരു കൃപമുണ്ട്. കണ്ണടയ്ക്കുമ്പോൾ ഈശോയെ നിന്റെ മനക്കൻ, ജ്ഞാനക്കൻ, അകക്കൻ, ഈ 3 കണ്ണും മുന്നേ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ കണ്ണടച്ചുകൊണ്ട് അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഇപ്പൊ റൈറ്റ് സൈഡിൽ இருக்கிற ആളെ കരം പിടിച്ച്, ഇല്ല ലെഫ്റ്റ് സൈഡിലുള്ള ആളെ കരം പിടിച്ച്, നിനക്ക് ശുദ്ധി വരട്ടെ, നിനക്ക് ശുദ്ധി വരട്ടെ, നിനക്ക് ശുദ്ധി വരട്ടെ, നിനക്ക് ശുദ്ധി വരട്ടെ. God bless you. ഒരു വ്യക്തിക്ക് നീ പറയുമ്പോൾ നിന്റെ വാക്ക് കൃപയായിട്ട് അത് ഈശോയുടെ വാക്ക്, ദൈവത്തിന്റെ വാക്ക്, ദൈവത്തിന്റെ വചനമാണ്. ശുദ്ധി വരട്ടെ എന്ന് പറയുമ്പോൾ നീ ഈശോയുടെ വാക്ക് പങ്കുവഹിക്കുമ്പോൾ ഈശോയെ ആ വ്യക്തിയുടെ ഇറങ്ങി പോവുക. വചനം വഴി 2 രീതിക്ക് ഈ അത്ഭുതം പ്രവർത്തിക്കുന്നു ഈശോ. 1 വചനം വഴി, 2 സ്പർശിക്കുന്നു. 1 വചനം, 2 ടച്ച്, തൊടുന്നത്. ഇതാ എല്ലാ അത്ഭുതവും അങ്ങനെയാണ്. 1 വചനം വഴി എന്തായാലും ഒരു ദക്ഷിണ, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ, വചനം, അടുത്ത തൊടും. ആദ്യം വചനം, പിന്നെ തൊടും. എല്ലാ അത്ഭുതവും 2 രീതിക്ക് ഈശോ ശരിയാക്കും. 1 വചനം വഴി, 2 സ്പർശിക്കുന്നത് വഴി, എന്നെ തുപ്പൽ വഴിയായിട്ട്, ടച്ചിന് വഴിയായിട്ട്, തടയി കൊടുക്കുന്ന വഴിയായിട്ട്, ഇങ്ങനെല്ലാം ഈശോ ചെയ്യും. അപ്പൊ 2 രീതി ഉണ്ട്. 1 വചനം വഴി, 2 സ്പർശിക്കുന്നത് വഴി, ടച്ച് വഴി അത്ഭുതം നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടുதான் തൊട്ടടുത്തുള്ള ആൾക്കാരെ കരം പിടിച്ച് നീ തൊടുമ്പോ നീ തൊടുന്നില്ല, ഈശോ തൊടുക. അതുകൊണ്ട് ചുമ്മാ ഇത് കളിക്ക് വേണ്ടിയല്ല. നീ തൊടുമ്പോ നിന്റെ അകത്ത് ഈശോ ഉണ്ട്. എന്റെ തൊട്ടടുത്ത് ഉള്ള വ്യക്തിയെ ഞാൻ തൊടുമ്പോ വെള്ളം തൊടുന്നില്ല, വെള്ളയിൽ ഇരിക്കുന്ന ഈശോ തൊടുവാ. അജിത്ത് വിജിത്തെ തൊടുമ്പോ ഇതിലെ ഈശോ അവിടെ തൊടുക. അത് അഭിജിത്ത.
വിജിത്ത് അഭിജിത്തെ തൊടുമ്പോ അഭിജിത്ത് കയ്യിൽ ഈശോ ഉണ്ട്, ഈശോ അഭിജിത്ത് തൊടുക. അതേപോലെ തസ്നി തൊടുമ്പോ അനിത്ത് തൊടുമ്പോ ഈശോ തൊടുക. നിങ്ങൾ തൊടുന്നില്ല, ഈശോ തൊടുന്നുണ്ട്. ഈശോ തൊടുന്നുണ്ട് അന്ധവിശ്വാസത്തിൽ തൊട്ട് നീ പറയുമ്പോ വചനം ഫ്ലഷ് ആയിട്ട് മാറും, വചനം ശരീരമായിട്ട് മാറും, വചനം ശക്തിയായിട്ട് മാറും, വചനം കൃപയായിട്ട് വരും, വചനം അത്ഭുതമായിട്ട് മാറും, വചനം അതിശയമായിട്ട് മാറും. ഇത് യഥാർത്ഥമാണ്, സത്യമാണ്. അതുകൊണ്ട് കൈ കൊടുത്ത് നിങ്ങളെ ഇങ്ങനെ ഈ വാക്കുകൾ പറയാൻ പറയുന്നത് ചുമ്മാ അല്ല. ഉറങ്ങുന്നത് എനിപ്പിക്കാനില്ല. നിങ്ങൾ യാരും ഈ സമയം ആരും ഉറങ്ങത്തില്ല. ഉച്ചയ്ക്ക് 3 മണിക്ക് தான் ഉറങ്ങും. വലിയ ഗുഡ് ഫ്രൈഡേ ദുഃഖ വെള്ളിയാഴ്ച മധ്യ ഉറങ്ങും. അപ്പதான் ഇങ്ങനെ എക്സസൈസ് എല്ലാം കൊടുക്കും. ഇപ്പോഴാണ് നീங்க ഉറങ്ങത്തില്ല. അപ്പൊ അതുപോലെ വചനത്തെ പറഞ്ഞ് നിങ്ങൾ ചെയ്യണം. അങ്ങനെ വരുമ്പോ ബെല്ലടിച്ചിട്ട് പോകണം. ഇവൻ எனக்கு அசுத்தன் 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 சுத்தன் அல்ல அசுத்தன். எனக்கு 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 குஷ்டரோகம் உண்டு பெல்லடிச்சுட்டு போகணும். அப்ப எல்லாம் மாறி நிக்கணும். இவன் இருக்கும்போது யாரும் அவங்கள வரக்கூடாது, வர பாடில்ல. அங்கன்னு உள்ள அவസ്ഥ. அப்போ இறங்கி ஈശോ வருவா, இவன் எங்கிட்டு போவான். ഇതേ വാക്ക് കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് പറഞ്ഞവന്റെ ഇടത്ത് ഈശോ എടാ എനിക്ക് മനസ്സില്ല അങ്ങനെ പറഞ്ഞ എന്ത് സംഭവിക്കും? ചിന്തിക്കും. എനിക്ക് മനസ്സില്ല, ആൾക്കാർ അടിച്ചുകൊള്ളും. ഇതാ ഡു ഓർ ഡൈ, ജീവിത മരണ പോരാട്ടം. ഈശോയെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാകാൻ കഴിയും എന്ന് യാചിക്കുമ്പോൾ, എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അഥവാ എനിക്ക് ദിനേശാവും കുഷ്ഠരോഗി പാരമ്പര്യത്തിൽ പറഞ്ഞിട്ട് നാനും ഒരു എകുന്നുണ്ടാവും അവനെ ഞാൻ തൊടുവില്ല, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കാര്യം പോക്കാം, അടിച്ചേ കൊള്ളു. അതിനെ കടന്ന് അവൻ സംസാരിക്കുക. അതാണ് ഡു ഓർ ഡൈ, ജീവിത മരണ പോരാട്ടം. അതേ അവസ്ഥയിൽ ഇവിടെ ഇരിക്കുന്ന, ഇവിടെ പ്രസംഗിക്കുന്ന നമ്മളെല്ലാവരും അതേ അവസ്ഥ. ഡു ഓർ ഡൈ, ജീവിത മരണ പോരാട്ടം. എനിക്ക് ജീവിത മരണ പോരാട്ടത്തിന് இந்த പലി എങ്ങനെയാவது പണി ചെയ്തിരിക്കണം. എന്റെ മരണ പോരാട്ടമാണ്. നിങ്ങളിങ്ങനെ എങ്ങനെയാவது 5 പൗണ് 10 പൗണ് വടം വലി കിട്ടണം, താളി ചെയ്യണം, വടം വലി കിട്ടണം. എങ്ങനെയാவது നല്ല സുടിദാർ കിട്ടണം, എങ്ങനെയാவது നല്ല സാരി കിട്ടണം, എങ്ങനെയാவது ഏതെങ്കിലും കിട്ടണം. കിട്ടണം 2 സെന്റ് വസ്തു കിട്ടണം, 5 സെന്റ് വസ്തു കിട്ടണം, 10 സെന്റ് വസ്തു കിട്ടണം, ഒരു നല്ല വീട് കിട്ടണം, ഭവനം കിട്ടണം. ഇതാ നിങ്ങൾക്ക് ജീവിതം മരണ പോരാട്ടം. കിട്ടണം. ഇവனுக்கு കുഷ്ഠം മാറണം. കുഷ്ഠം മാറിയാൽ ഇവനുക്ക് ജീവൻ കിട്ടും. അതാണ് ജീവൻ മരണ പോരാട്ടം, ജീവിത മരണ പോരാട്ടം. ആ അവസ്ഥയില ഇതേ അവസ്ഥയിൽ നമ്മൾ എല്ലാവരും എല്ലാ വെള്ളിയാഴ്ചകളിലും, എല്ലാ ധ്യാനങ്ങളിലും, എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും കേറിക്കിറങ്ങുന്ന വ്യക്തികളാണ്. ഈ ജീവിത മരണ പോരാട്ടത്തിൽ കേറിക്കിറങ്ങുന്ന വ്യക്തികളാണ് ഈ കുഷ്ഠരോഗിയെ പോലെ. അപ്പോ പ്രാർത്ഥിക്കുന്നത്, യാചിക്കുന്നത്, ചോദിക്കുന്നത് 100 വിശ്വാസമല്ല 101. കല്ലെറിയുന്നത് കടന്ന്, യഹൂദ പാരമ്പര്യത്തെ കടന്ന്, സമൂഹത്തെ കടന്ന്, ചിന്തിച്ച്, പ്രാർത്ഥിച്ച്, യാചിച്ച്, ചോദിച്ച് ആഴപ്പെട്ട വിശ്വാസം. അതാ ഈ കുഷ്ഠരോഗി. ഈ വിശ്വാസം നിങ്ങൾക്ക് കണക്കുണ്ടോ എന്ന് ചിന്തിക്കണം. അതുണ്ടെങ്കിൽ യേശു നമുക്ക് കൊടുക്കുന്ന ഉത്തരം എന്തെന്ന് അറിയാം. സൂപ്പറാണ് ഉത്തരം. യോഹന്നാൻ 3-ാമത്തെ ലേഖനം, അതില് അധ്യായമില്ല, ലേഖനം മാത്രമേ ഉള്ളൂ. 2-ാമത്തെ വചനം. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3-ാമത്തെ യോഹന്നാനില് 2-ാമത്തെ വചനം. വാത്സല്യ ഭജനമേ, വാത്സല്യ ഭജനമേ. അത് പറ, വായി നോക്ക്. എത്ര പ്രാവശ്യം പറഞ്ഞ മൈക്കിൽ പറയുന്നുണ്ട്. രാഹുൽ മൈക്ക് കൊടുത്തത് റെസ്റ്റ് എടുക്കാനല്ല. അവിടെ യാറ് മൈക്ക് ടച്ച് ആവുക, ഒരു മൈക്ക് ഏതാ ടച്ച് ആവുന്നു. വാത്സല്യ ഭജനമേ, മൈക്ക് വെച്ചിട്ട് சொல்லு. നല്ല കേൾക്കണില്ല, എനക്കേ കേൾക്കില്ല, പിന്നെ എങ്ങനെ മകള് കേൾക്കും? തൊട്ടടുത്ത് ഉള്ള ആൾക്കാർ കൈ പിടിച്ച് വാത്സല്യ ഭജനമേ. ഈ യഥാർത്ഥ പറയുന്നത് ആരടിയോ? ദൈവം പറയുക. ഉള്ള വായിച്ചാൽ നിങ്ങൾ മനസ്സിലാവും. ഇത് ഞാൻ പറയുന്നതില്ല, ദൈവം പറയുക. വാത്സല്യ ഭജനമേ, എന്റെ ആത്മാവ്, ദൈവം പറയുക, എന്റെ ആത്മാവ്
സ്ഥിതിയിൽ ആയിരിക്കട്ടെ, ക്ഷേമസ്ഥിതിയിൽ ആയിരിക്കട്ടെ, ക്ഷേമസ്ഥിതിയിൽ ആയിരിക്കട്ടെ. സ്ഥിതിയിൽ ആയിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ. എന്നും നീ ആരോഗ്യമായിരിക്കട്ടെ. എന്നും ഞാൻ പ്രാർത്ഥിക്കാം. ഇത് ദൈവം നമ്മുടെ പറയുന്ന വാക്കുകളാണ്. വാത്സല്യ പാചനം, വാത്സല്യ പാചനം. 10 പ്രാവശ്യം പറയുന്നു. God bless you, my people. ഇപ്പൊ അടുത്തത്, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിൽ ആയിരിക്കട്ടെ. ഇതാ ഫസ്റ്റ്. നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിൽ ആയിരിക്കട്ടെ. 5 പ്രാവശ്യം. കൃപയുടെ വാക്കാണ്. ഇപ്പൊ ഈശോ നിന്റെ അടുത്ത് സംസാരിക്കാൻ പോവാ. തൊട്ടടുത്തുള്ള ആൾക്കാർ കൈപിടിക്കണേ. ഇപ്പൊ പ്രത്യേകം അത്ഭുതം നടക്കുന്ന വാക്കാണ്, വചനം. നിനക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ, നിനക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ. 12 പ്രാവശ്യം അപ്പോസ്തലൻ പോലെ പറ. നിനക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ, നിനക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ. വെരി ഗുഡ്. 13 ബോധം. 12 കടന്ന് 13 എല്ലാം ഒരുമിച്ച് പറഞ്ഞത് കൊണ്ട് എനിക്ക് തെളിച്ച് കേട്ടിട്ടില്ല. ഇപ്പൊ ഞാൻ പറയും പോലെ പറഞ്ഞു. കൈപ്പിടിച്ചു. നിനക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ. ഇത് കേൾക്കാൻ കൊള്ളാം കേട്ടാ. ഇത് നീ പടപടാണ്. இந்த ലേഡീസ് പൈപ്പ് വെള്ളം പിടിക്കാൻ പോകുമ്പോ, വെള്ളം എടുക്കാൻ പോകുമ്പോ ഈ സ്ട്രീറ്റില് അതുപോലെ ഉണ്ടായിരുന്നു. നീங்க ആദ്യം പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞത് സൂപ്പറായിരിക്കും. നിനക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ, 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 നിനക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ. ഇപ്പൊ കരങ്ങൾ പോയി. എനിക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ, 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 എനിക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ. അടുത്ത അഭിഷേകം, നീ ആരോഗ്യവനായിരിക്കട്ടെ, ആരോഗ്യവനായിരിക്കട്ടെ. റൈറ്റ് അല്ലേ? കൈപിടി കൈപിടി കൈ സ്പർശനം. നീ ആരോഗ്യവനായിരിക്കട്ടെ, നീ ആരോഗ്യവനായിരിക്കട്ടെ, നീ ആരോഗ്യവാനായിരിക്കട്ടെ, 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 നീ ആരോഗ്യവാനായിരിക്കട്ടെ. 13 ഇപ്പൊ കൈ പിടിച്ചു. ഈശോ 2 രീതിക്ക് അത്ഭുതം പ്രവർത്തിക്കുക. അത് രണ്ടും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പറയുന്നത് വചനം വഴി, നിങ്ങൾ ടച്ച് ചെയ്യുന്നത് സ്പർശനം വഴി. ഈശോ അങ്ങനെ ചെയ്ത് അതേപോലെ നിങ്ങൾ ചെയ്യുക. അതുകൊണ്ട് അടുത്തടുത്ത് വരുന്ന വെള്ളിയാഴ്ചകളിൽ എന്റെ കുടുംബത്തിൽ നന്മ ഉണ്ടാകും. നീ ആരോഗ്യവനായിരിക്കട്ടെ, 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 നീ ആരോഗ്യവനായിരിക്കട്ടെ. ഇങ്ങനെ ഈശോ മലയിൽ നിന്ന് താഴെ ഇറങ്ങി വന്നപ്പോ ഈ കുഷ്ഠരോഗി എങ്ങനെ അടുത്ത് വന്ന് യാചിച്ചോ, അടുത്ത് വന്ന് ചോദിച്ചോ, അടുത്ത് വന്ന് പ്രാർത്ഥിച്ചോ, അടുത്ത് വന്ന് എങ്ങനെ കേട്ടോ, അതേപോലെ നമ്മൾ ഓരോരുത്തരും ഒരു കുഷ്ഠരോഗിയാണ്.
ഒന്ന് തുണി വഴിയായോ, രണ്ട് നമ്മുടെ ഭവനത്തിന്റെ വഴിയായോ, മൂന്ന് നമ്മുടെ ദേഹം വഴിയായോ, ഏതെങ്കിലും ഒരു രീതിക്ക് നമ്മൾ അസുഖം പിടിച്ച വ്യക്തിയിലായിരിക്കുന്നു, രോഗം പിടിച്ച വ്യക്തിയിലായിരിക്കുന്നു, കുഷ്ഠം പിടിച്ച വ്യക്തി, കുഷ്ഠരോഗം കൊണ്ട വ്യക്തിയിലായിരിക്കുന്നു. ചിലപ്പോ തലച്ചോറ് ഉണ്ടെങ്കിൽ അത് കുഷ്ഠരോഗമായിരിക്കാം, തലവേദന ഒരു കുഷ്ഠമായിരിക്കാം, കൈവേദന ഒരു കുഷ്ഠമായിരിക്കാം, മുട്ടുവേദന ഒരു കുഷ്ഠമായിരിക്കാം, ഗർഭപാത്രത്തിലിരിക്കുന്ന ആ മുഴ കുഷ്ഠമായിരിക്കാം, പല്ലുവേദന കുഷ്ഠമായിരിക്കാം, കാതുവേദന കുഷ്ഠമായിരിക്കാം. ഏതെങ്കിലും നിനക്ക് ഒരു നിന്റെ ഭാഗത്തിൽ, നിന്റെ ദേഹത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും. ആ പ്രശ്നം ഒരു കുഷ്ഠരോഗമായിരിക്കാം. ആ കുഷ്ഠരോഗത്തെ സമർപ്പിക്ക് ഈശോ എടുത്ത്. അങ്ങനെ സമർപ്പിച്ചുകൊണ്ട് രണ്ടു കരങ്ങളിൽ ശിരസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, ദൈവമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ, ദൈവമേ എല്ലാ വിപത്തുകളും കാത്തുകൊള്ളണേ. സംഗീതം 47 കൊണ്ട് ഒറ്റവിളി ഈശോയെ, ഈശോയെ, ഈശോയെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ.